എന്താ സുലു പൊളിച്ചേക്ക് എണീറ്റ് പെറുപിറുക്കുന്നേ? ഞങ്ങൾ എന്താ നേരത്തെ എണീറ്റെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നീ എണീറ്റ് വന്ന് അവിടെ ഉള്ള സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടേ അത് കേട്ട് എന്റെ ഉറക്കം പോയി. അത് തന്നെ. അല്ല, നീ എന്തിനാ എത്ര നേരത്തെ എണീറ്റെന്ന്? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, അന്ന് പാറമോളെ പിറന്നാളാ, നിങ്ങൾക്ക് അറിയില്ലേ? അത് ശരിയാണല്ലോ, ഞാനൊക്കെ കാര്യങ്ങൾ വിട്ടുപോയി. അല്ലല്ലോ, നിങ്ങൾക്ക് എന്ത് കാര്യം ഓർമ്മ ഉണ്ടാവില്ലേ? ഞാനേ കുളിച്ച് അമ്പലത്തിൽ പോണെന്ന് വിചാരിച്ചിന്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റത്. അല്ല, എന്നിട്ട് എന്താ സദ്യ എന്തെങ്കിലും ഉണ്ടാക്കണോ? ചെറിയ രീതിക്ക് ഒരു സദ്യ ഉണ്ടാക്കാം. ഇന്നലെ ബിരിയാണി ഒക്കെ കഴിച്ചല്ലേ, അതുകൊണ്ട് ഇന്നിപ്പോ കനത്തിലൊന്നും വേണ്ട. പിന്നെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ പോയി വന്ന ഉടനെ മക്കൾക്ക് കൊടുക്കാലോ എന്ന് കരുതി. പായസം ഉണ്ടാക്കിയോ? ഒരു ഗ്ലാസ് എടുക്ക് സുലു. ആ ശരി, പിറന്നാളായിട്ട് ആദ്യം പിറന്നാളായിരിക്കും കൊടുക്കണ്ടേ. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കുടിച്ചാൽ മതി എല്ലാരും. ഓ എന്നാ ശരി, നിങ്ങൾ അമ്പലത്തിൽ പോയി വാ, ഞാൻ ഇല്ല. എന്താ മനുഷ്യ, നിങ്ങൾക്ക് അമ്പലത്തിൽ വന്നാല്? ഓ ഇനിയിപ്പോ ഈ രാവിലെ തണുപ്പത്ത് കുളിക്കേണ്ട സുലു. ആ നിങ്ങൾക്ക് എന്തൊരു മടിയാ മനുഷ്യ, ഒന്ന് പോയി കുളിച്ചിട്ട് വാ. ഞങ്ങൾക്ക് നടന്നു പോകാനോ സമയമല്ല, നമുക്ക് എല്ലാവരും കൂടി സ്കൂട്ടിയിലൊക്കെ പോവാം. എന്താ സുലു, നമ്മൾ 5 ആൾ കൂടി സ്കൂട്ടിയിൽ കൊള്ളൂ? ഓ അതൊക്കെ നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാനേ. എന്നാ ശരി, ഞാൻ റെഡി ആയിട്ട് വരാം. നീ പിള്ളേരെ വിളിച്ചോണത്ത്, ഒരുപാട് സമയം വൈകിക്കണ്ട. ശരി. ആ പായസം റെഡി ആയെന്ന് തോന്നുന്നു, നല്ല മണമൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് വറ്റട്ടെ, അവിടെ കിടക്കട്ടെ, അപ്പോഴത്തേക്കും പോയി പിള്ളേരെ വിളിക്കാം. ഓ എന്റെ പൊന്നപ്പൂട്ടാ, നിനക്കിത് ബാത്റൂമിൽ ഒഴിച്ചാ പോരേടാ. അവനെ കാറ്റത്ത് തന്നെ മൂത്രം ഒഴിക്കണോ? അത് ഇവിടെ തന്നെ ഒഴിക്കണം, അതാ അവന്റെ മൂത്ര സ്ഥലം. ആ അവന്റെ ചിരി ഉണ്ടില്ലേ, രാവിലെ തന്നെ മനുഷ്യനെ ഉറക്കം കളഞ്ഞിട്ട്. കൊറേ നേരമല്ല അപ്പുക്കുട്ട, നീ ഒരുപാട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? ആ ഒരു കണക്കിന് നന്നായി, ഇല്ലെങ്കിൽ നമ്മുടെ ബെഡ് മുഴുവൻ ഇവൻ നനച്ചേനെ. അത് ശരി, 3 ഇവിടെ ഉണ്ടല്ലേ? ഞാൻ നിങ്ങൾ എവിടെയൊക്കെ നോക്കിന്നറിയാം എന്റെ പിള്ളേരെ. എന്താ അമ്മ, എന്ത് പറ്റി? ഈ പുലർച്ചയ്ക്ക് പിന്നെ നിങ്ങൾ റൂമിലില്ലാതെ എവിടെ പോയിന്നാ ഞാൻ വിചാരിക്കേണ്ടത്? ഞാൻ എന്നിട്ട് വീട് മുഴുവൻ നോക്കി, എവിടെയും നിങ്ങളെ കാണില്ല. അല്ലെ പുലർച്ചയ്ക്ക് എണീക്കുന്ന മക്കളാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഇത് നേരം ഉച്ചയായാലും എണീക്കാത്തവരല്ലേ? ഞാൻ വന്ന് വിളിച്ച് കുത്തിപ്പൊക്കണ്ടേ നിങ്ങളെ? ആ നിങ്ങളെ പുലർച്ചെ റൂമിൽ കാണാൻ പിന്നെ ഞാൻ തരില്ലേ? അവന്റെ പൊന്നമ്മയും അപ്പുകൂട്ടൊരു മൂത്രമൊഴിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ടാ. അതിനുള്ളിൽ ബാത്റൂം ഇല്ലേ? രാവിലെ തന്നെ മുന്നിൽ വന്നാണ് അവിടെ മൂത്രമൊഴിക്കുന്നത്. എന്റെ ഈശ്വര, ഇവിടെ മുഴുവൻ മൂത്രമൊഴിച്ച്. മഴ വല്ലതും പെയ്യുന്നുണ്ടോടാ ഇപ്പൊ? മണത്തിട്ട് ഒരാളും കൂടി വരൂല. ആര് വരണ്ട, അതിനാ ചോദിച്ചേ. നീ അടി വാങ്ങിക്കും, നിനക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്. ഇവ വാശി പിടിച്ചിട്ടാമേ അകത്ത് മൂത്രമൊഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഉറക്കും കളഞ്ഞ് കള്ളച്ചക്കെ. ആ എന്തായാലും നന്നായി നിങ്ങൾ നേരത്തെ എണീറ്റ്. നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? അമ്പലത്തിലോ? എന്നോ? അയ്യോ കുളിക്കാനൊന്നും വയ്യാമേ, നല്ല തണുപ്പുണ്ട് രാവിലെ. അത് ശരി, ഇന്ന് നിന്റെ പിറന്നാളാ, അത് നിനക്ക് ഓർമ്മയുണ്ടോ? പിറന്നാളായിട്ട് കുളിക്കാൻ മടി കാണിക്കല്ലേ എന്റെ പാറു. ഇന്നെന്റെ പിറന്നാളാമേ? ആ ഞാൻ മറന്നുപോയി. കേട്ടേച്ചി, ഇന്നെന്റെ പിറന്നാളാ. അപ്പൊ കൂട്ടാ, ഇന്ന് പാറു ചേച്ചിന്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ പാറു ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ പാറു. താങ്ക് യു ചേച്ചി. താങ്ക് യു അപ്പുകുട്ടാ. അമ്മ പാറുടെ പിറന്നാളായിട്ട് എന്താ സ്പെഷ്യലി? സ്പെഷ്യൽ ഒന്നുമില്ല മക്കളെ, അറിയാലോ അച്ഛന്റെ അവസ്ഥ ഇപ്പൊ. വലിയ സ്പെഷ്യലിനൊന്നും ഇവിടെ പൈസ അല്ല. അമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്പലത്തിൽ പോയിട്ട് വരാം നമുക്ക്, അത്ര മതി. വഴിപാട് കഴിപ്പിക്കാം. എന്താ എന്നാലും എന്റെ പിറന്നാളായിട്ട് ഒരു ബിരിയാണി പോലും ഇല്ലാതെ എന്താ ആഘോഷ? ബിരിയാണി അല്ല ഇന്നലെ വേണ്ടുവോളം തന്നില്ല നിങ്ങള്. എന്നിട്ട് അതെന്റെ പിറന്നാളിന്റെ ആവോ? അപ്പുറത്തെ വീട്ടിൽ ഐശത്തേക്കൊക്കെ കൊടുക്കായിരുന്നു എന്റെ പിറന്നാളിന്റെ ബിരിയാണി എന്ന് പറഞ്ഞേ. ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമുക്ക് ഐശത്തേക്ക് കൊടുക്കാം. അമ്മേ അടുത്തത് എന്റെ പിറന്നാളാണ് വരുന്നത്, അപ്പൊ എന്തായാലും നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം കേട്ടോ. ബിരിയാണി ഒക്കെ വെക്കണം. പിന്നെ എന്റെ പിറന്നാളിന് ഉണ്ടാക്കാത്ത ബിരിയാണി ഇനി ഇവിടെ ആരുടെ പിറന്നാളിന് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓ ഇനി ഇതിന്റെ പേരിൽ അടിപിടി കൂടാതെ തൽക്കാലം നിങ്ങൾ വേഗം പോയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ. വേഗം അമ്പലത്തിൽ പോകണം നമുക്ക്. അച്ഛനെയും കൂട്ടിയിട്ട് ആ സ്കൂട്ടിയിൽ വേണം പോവാൻ. സ്കൂട്ടിയിൽ നമ്മൾ എല്ലാരും കൂടി പോവും, അമ്മ കൊള്ളൂല, അമ്മ വീണു പോവും. എന്നാ നീ വരണ, നിന്നെ ഇവിടെ വെച്ചേക്കാം. അപ്പുകുട്ട പോരും, അപ്പുകുട്ടനെ അച്ഛൻ കൊണ്ടുപോകും. ശരി അമ്മ, ഞങ്ങൾ വേഗം റെഡി ആയിട്ട് വരാം. അപ്പുകുട്ട ഇനി ഇവിടെ മുന്നിൽ വന്ന് മൂത്രമൊഴിച്ച് വെക്കരുത് കേട്ടോ, ഇവിടെ വരുന്നവർക്കൊക്കെ മൂത്രം മണക്കൂലേ. അമ്മ ഇതാ അവന്റെ ഒഫീഷ്യൽ ബാത്റൂം. ഇനി ഒഴിക്കരുതിട്ട് ഇവിടെ ആരെങ്കിലും കൂടി കയറി വരുമ്പേ മൂത്രം മണത്ത് കഴിഞ്ഞാൽ എന്താ ആൾക്കാർ വിചാരിക്കുക? ആൾക്കാരെന്ത് വിചാരിക്കാനാ? മൂത്രത്തിന്റെ മണാന്ന് വിചാരിക്കും. അതെ 3 എന്റെ കയ്യിൽ നിന്ന് കിട്ടും ഞാൻ ഇവിടെ മൂത്രം ഒഴിച്ചാല്. അവനിവിടെ ഒന്ന് മൂത്രമൊഴിക്കുന്നതിന് ഞാൻ പറയുന്നത് ചെയ്യണമേ. നിങ്ങൾ വേണം ഇതൊക്കെ പഠിപ്പിച്ചെടുക്കുക, നിങ്ങൾ അനിയനല്ലേ? അപ്പൊ നല്ല വഴി കാണിച്ചെടുത്ത് നേർവഴി കൂടെ നടത്തേണ്ടതും നല്ല സ്വഭാവം പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ നിങ്ങൾ ചേച്ചിമാരെ ഉത്തരവാദിത്താ. ഞാനേ പോവാ, ഞാൻ വേഗം കുളിച്ചു വരാം. അപ്പോഴത്തേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി കുളിക്കി ഓനെ കുളിപ്പിച്ച് റെഡിയാക്കി വാ. അച്ഛനെ തിരക്ക് പിടിക്കണ്ടായിരുന്നു. ശരി അമ്മ. കുട്ടാ നീ കേട്ടില്ല അമ്മ പറഞ്ഞത്? ഇനി മുതൽ ഇവിടെ മുന്നിൽ വന്ന് മൂത്രം ഒഴിക്കരുതെന്ന്. ഇനി മുതൽ ഞാൻ ബെഡിൽ തന്നെ ഒഴിച്ചോളാം ചേച്ചി. ഞാൻ അപ്പഴേ നിന്നോട് പറഞ്ഞതാ സുലു, ഈ വണ്ടിയിൽ കയറി വരണ്ടാന്ന്. ഇത്രയും ദൂരം നടന്നു വരാനാവോ? എന്നിട്ടിപ്പോ എന്തായി, പഞ്ചറായില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ബാക്കി ദൂരം നടക്കണ്ടേ? ഓ അച്ഛ ഇനി ഇവിടുന്ന് നടന്ന വയ്യ, ചാച്ച വല്ല ഓട്ടോറിക്ഷ വിളിക്ക്. ഈ നേരത്തൊന്നും ഓട്ടോറിക്ഷ വിളിച്ചാൽ കിട്ടത്തില്ല മക്കളെ. എന്താ അച്ഛാ, ബർത്ത്ഡേ ദിവസം തന്നെ എന്നെ ഇത്രയും ദൂരം നടത്തിക്കാ? അപ്പൊ ഉടനെ നടക്കാൻ വയ്യ, അമ്മ എടുക്കണോ? അമ്മയ്ക്ക് എന്നെ ഇവിടെ നടക്കാൻ വയ്യ, അപ്പോഴാണ് നിങ്ങളൊക്കെ എടുക്കുന്നത്. മിണ്ടാതെ ഓരോന്ന് പറയാതെ വേഗം നടന്നോടി, ഇനി അധിക ദൂരമൊന്നുമില്ല. എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, പെട്ടെന്ന് നടക്കാൻ നോക്ക്. അല്ല ഈ സ്കൂട്ടി ഇങ്ങനെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തുണ്ടാവില്ലേട്ടാ? പിന്നെ ഈ പഴഞ്ച സ്കൂട്ടി എടുക്കാൻ ആര് വരാനാണ്? എടി എന്റെ സ്കൂട്ടീനെ എന്തെങ്കിലും കളിയാക്കി പറഞ്ഞല്ലോ. ആ ഞാൻ പറഞ്ഞേക്കാം. പാറ് പറഞ്ഞ ശരിയാച്ചാ, വെറുതെ കൊടുത്ത പോലെ ഈ സ്കൂട്ടി ആരും വാങ്ങൂല. അച്ഛൻ ഇത് കഴിഞ്ഞിട്ട് ഒരു പുത്തൻ സ്കൂട്ടി വാങ്ങിക്കൂടെ? കാറ് വാങ്ങാച്ചാ, നമുക്ക് കാറ് മതി നമുക്ക്. ആണോ മക്കളെ? ഏത് കാറാ വാങ്ങണ്ടേ? ബുഗാട്ടി വാങ്ങാച്ചാ നമുക്ക്. ബുഗാട്ടി. അതേത് കാറാ മക്കളെ? അമ്മ കേട്ടിട്ടില്ലല്ലോ. അത് മതിയോ മോനെ? കുറച്ചുകൂടി വലുത് വരെ ഇത് വാങ്ങിയില്ല അമ്മക്ക്. നമ്മളെ പൈസ അങ്ങനെ അറിഞ്ഞു നിക്കല്ലേ, ഞാൻ മരത്തുമെന്ന് കൊണ്ട് പറിച്ചാതിയല്ലോ കിട്ടാനേ. അല്ല പോലും 3 എണ്ണത്തിന് ഉണ്ടല്ലോ ഞാൻ മനുഷ്യനോടെ പൈസ ഇല്ലാതെ നെട്ടോട്ട് ഓടുകയാണ്. അപ്പോഴാണോ ബുഗോട്ടിയും പുതിയ സ്കൂട്ടറും ഒക്കെ ഉള്ളതിനെ എങ്ങനെയാ കൊണ്ടിറക്കുന്നത് എനിക്ക് അറിയില്ല. അപ്പോഴാണ് അച്ഛാ ഒരു കൊച്ചാന്നില്ല 3 നേരെ നടന്നു നോക്ക്.
കുറച്ചേരൊക്കെ നടന്നാലേ കാല് നല്ല എക്സസൈസാ, നല്ല ബലം ഒക്കെ കിട്ടും. ഇപ്പോഴത്തെ കുട്ടികളെ നടന്നു പഠിക്കില്ലല്ലോ. സ്കൂളിൽ പോകുമ്പോൾ വണ്ടിയിൽ കയറ്റി വിടും, തിരിച്ചു വരുമ്പോൾ അതേപോലെ അങ്ങോട്ട് വരും. വീട്ടിൽ കയറിയാലോ ടിവിയും ഫോണും തോണ്ടി ഇങ്ങനെ കുത്തിരുന്ന് സമയം ചെലവഴിക്കുകയല്ലോ. അത് ഓടിച്ചാടി കളിക്കുന്നൊന്നുമില്ലല്ലോ. ഇങ്ങനെയെങ്കിലും വണ്ടി കേടായിട്ടെങ്കിലും വല്ലപ്പോഴും മേലും ദേഹമൊക്കെ ഒന്ന് അനങ്ങട്ടെ, മസിലൊക്കെ അങ്ങോട്ട് വരട്ടെ, എന്നാലേ ശക്തി ഉണ്ടാവുള്ളൂ. അതെ, ഞാൻ അച്ഛനൊക്കെ എത്ര ദൂരം നടന്നിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അടി കൂടി നടക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് ക്ഷീണായി, കാലുവേദനയായി, കൈവേദനയായി, നിങ്ങൾ ആരെങ്കിലും എടുക്കണോ? എന്തൊക്കെ കേൾക്കണോ? നോക്കിയേ, സൗകര്യം കൂടിപ്പോയിട്ട് അങ്ങനെ. അതിന് പിന്നെ ഞങ്ങൾ ആദ്യം എന്നാൽ ബസ്സിൽ കയറ്റി വിടാതെ റോഡിന്റെ സൈഡിൽ കൂടെ നടന്ന് സ്കൂളിൽ പോകാൻ പറഞ്ഞിട്ടായിരുന്നു അമ്മയ്ക്ക് അച്ഛനും. ഞങ്ങൾ പോവായിരുന്നല്ലോ. ഇതിപ്പോ വണ്ടി ഏർപ്പാടാക്കി തന്നത് നിങ്ങൾ തന്നെയല്ലേ? അതെ, അതന്നെ ഞങ്ങളൊക്കെ ചെയ്ത് തെറ്റിയത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ പോയ പോലെ തന്നെ നിങ്ങളെ സ്കൂളിൽ വിടേണ്ടിനി, എന്നാലൊക്കെ നിങ്ങൾ നല്ലവരായിട്ട് വളരുള്ളേനി. ഇതിപ്പോ അനങ്ങാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണല്ലോ, കുനിയാൻ വയ്യല്ലോ നിങ്ങൾക്കൊന്നും. അതെ സുലു, നടക്കാൻ നോക്കി ഈറ്റിങ്ങളോട് കഥ പറഞ്ഞാലേ അമ്പലം ഇറക്കിപ്പോ. ഒറ്റ എണ്ണത്തിന് ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ, എല്ലാം കൂടി എവിടെ പോയാവോ? അത് സേമിയ പായസാണല്ലോ എന്റെ ഈശ്വര. നല്ല മണം വരുന്നുണ്ട്, പാകത്തിന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഓ സുലുന് എന്ത് പറ്റി രാവിലെ തന്നെ പായസമൊക്കെ ഉണ്ടാക്കി വെക്കാൻ? മനസ്സിലായി. ആരുടെയും പിറന്നാളായിരിക്കും. ആ പാറുവിന്റെ പ്രിയന്റെ അങ്ങനെ ആയിരിക്കും. ഞാൻ കുരുത്തങ്കട്ട ചെക്കൻ്റെ ആണോന്നും അറിയില്ല. അതുകൊണ്ടായിരിക്കും രാവിലെ തന്നെ പായസമൊക്കെ ഉണ്ടാക്കിയത്. ഇവിടെ എന്റെ പിറന്നാളൊന്നും ആർക്കും ഓർക്കാനും സമയമല്ല, അറിയില്ല. പായസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ രാവിലെ തന്നെ അമ്പലത്തിൽ പോയതായിരിക്കും, കെട്ടിയവനും കെട്ടിയോളും കൂടി എല്ലാ മക്കളെയും വിളിച്ചും കൊണ്ട്. എന്തായാലും നന്നായി. എത്ര കാലായി പായസം കുടിച്ചിട്ട്. കണ്ടിട്ട് എന്റെ വായിലങ്ങ് വെള്ളം വരുവാ. എവിടെ കയ്യിലും ഗ്ലാസ് എവിടെ? ഇപ്പൊ തന്നെ കുടിച്ചേക്കാം. എന്തൊരു മണമാ. ഈ സുലുവിന് എന്തായാലും ഒടുക്കത്തെ കൈപ്പുണ്യം തന്നെയാ. നല്ല രുചിയുണ്ട്. എന്തൊരു ടേസ്റ്റാ. റൂമിൽ കൊണ്ടുപോയിട്ട് ആസ്വദിച്ച് അങ്ങ് കുടിക്കാം. സുലുവിന് എന്നും ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചൂടെ? അതെങ്ങനെയാ? എന്തായാലും ഒന്ന് ഉണ്ടാക്കാൻ പറയുമ്പോഴേക്ക് സാധനമില്ല, അതില്ല, ഇതില്ല, പഞ്ചസാര ഇല്ലാന്നും പറഞ്ഞ് ദാരിദ്ര്യം പറിച്ചില്ലല്ലേ? ഇതിപ്പോ ഞാൻ കണ്ടോണ്ടാ, ഇല്ലെങ്കിൽ എനിക്കൊരു തുള്ളി തരത്തില്ല അവള്. എന്തൊരു ടേസ്റ്റാ. കുടിച്ചിട്ട് മതിയാവുന്നില്ലല്ലോ. 3 ഗ്ലാസ് കുടിച്ചിട്ടു മതിയാവുന്നില്ല. വീണ്ടും കുടിക്കാൻ തോന്നുക. അവളുമാരൊക്കെ വരുന്നതിന് മുന്നേ ബാക്കിയുള്ളതും കൂടെ കുടിച്ചേക്കാം, ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും കിട്ടത്തില്ല. എല്ലാം ആർത്തിപിശാചികളാ. എന്ത് നല്ല അമ്പലല്ലേ സുലു ഇത്? അതെ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമുക്ക് കുറച്ചേരം ഇവിടേക്ക് ഇരുന്നിട്ട് പോയാലോ? നല്ല ഭംഗിയുള്ള സ്ഥലം. നമുക്ക് പിന്നെ ഒരു ദിവസം വരാമേ. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോവാം. അതെന്താ അങ്ങനെ? പൊതുവെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. അത് നമുക്ക് പിന്നെ വരാമേ. ഇപ്പൊ പായസം കുടിക്കാൻ കൊതിയാവുന്നു. അമ്മ പായസം അവിടെ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞിട്ടേ ഞങ്ങൾ കുടിക്കാതെ പോകുന്നതല്ലേ. അമ്പലത്തിൽ പോയി വന്നിട്ട് വരാന്നല്ലേ അമ്മ പറഞ്ഞത്. നോണിച്ചിട്ട് വയ്യമ്മേ. അപ്പൊ അതാണല്ലേ കാര്യം. പായസം നോണിച്ചിട്ടാണ് 3 പെട്ടെന്ന് വീട്ടിൽ പോണെന്ന് പറയുന്നല്ലേ. അപ്പൊ കുട്ടിന് പായസം വേണം അമ്മ, നമുക്ക് വീട്ടിൽ പോവാ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ സുലു. സത്യം പറഞ്ഞാൽ എനിക്കുണ്ട് പായസം നോണ. രാവിലെ തന്നെ കണ്ടപ്പോൾ ഞാൻ ഇവളോട് ചോദിച്ചത് അവർ ഇച്ചിരി പായസം തരുമെന്ന്. എവിടെ ഒരു സ്പൂണ് പോലും എനിക്ക് തന്നില്ല. ആദ്യം പിറന്നാളുകാരിക്ക് കൊടുക്കണം പോലും, എന്നിട്ടേ തരത്തുള്ളൂന്ന്. പാറോ വീട്ടിലെത്തിയ ഉടനെ ഇച്ചിരി ഒരു സ്പൂണ് പായസം നീ കുടിക്കണം, എന്നിട്ട് വേണം അച്ഛനെ കുടിക്കാൻ തരാൻ. അച്ഛനെ ഞാൻ തരത്തില്ല, ഫുള്ള് ഞാൻ തന്നെ കുടിച്ചു തീർക്കും. എന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ, അപ്പൊ ഞാനല്ലേ ഫുള്ള് കുടിക്കണ്ടേ? പിറന്നാളുകാരിക്ക് ആദ്യം മധുരം കൊടുക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ മുഴുവൻ നിനക്ക് കുടിക്കാൻ ഉണ്ടാക്കി വെച്ചല്ല. ഞങ്ങളൊക്കെ പിന്നെ എന്തിനാടെ? വാ അമ്മ, പെട്ടെന്ന് പോവാ. നമുക്ക് കൊതിയാവുന്നു സേമിയ പായസം കുടിക്കാൻ. നമുക്ക് പോവാ അല്ലേട്ടാ? നടന്നങ്ങ് എത്തണ്ടേ? വാ പോവാ. ഗ്യാസ് കയറിയെന്നാ തോന്നുന്നേ. പായസാണെ തീരെയും ചെയ്തു. ഒരു ഗ്ലാസ് കൂടിയൊക്കെ കിട്ടിയാ കുടിക്കായിരുന്നു. ഇനി ഒന്ന് പോയി സുഖമായിട്ട് ഉറങ്ങട്ടെ.